നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹ്റെ. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ലക്ഷോപലക്ഷം ഭക്തർ അണിനിരന്ന പൊങ്കാല മഹോത്സവം. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി ഉത്തർപ്രദേശ് ഇതൊരു ട്രാൻസ്ഫോമർ ആണ് അവരുടെ പേര് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ് ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കമന്റ് ബോക്സ് നിറച്ച് സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെ ഒരു വലിയ സംഭവം ഉണ്ടാക്കി വെച്ചേക്കണം. കമന്റ് ബോക്സ് മൊത്തം ആൾക്കാർ ഫുള്ള് തെറിവിറി ബഹളം, എന്തോ ഒരു അനാവശ്യ കാര്യം ഉണ്ടായ പോലെ. സുഹൃത്തുക്കളെ, എനിക്കും സാധാരണ ഒരു മനുഷ്യരോടുള്ള പോലെ തന്നെ പല കാര്യങ്ങളും എനിക്കും ഇതുപോലത്തെ ആൾക്കാരുടെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലും ഇവരുടെ ആൾക്കാർക്കുമായിട്ട് എനിക്കും പല കാര്യങ്ങളും യോജിപ്പുണ്ട്. അതിപ്പോൾ നമ്മൾ പൊതുവേ എല്ലാ മനുഷ്യർക്കിടയിലും ഉണ്ടാവുകയാണല്ലോ, അതുപോലത്തെ ഒരു സാധനം. പക്ഷേ എന്നിരുന്ന് ഇവരെ നമുക്ക് വേർതിരിച്ച് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. നമ്മൾ അതിനെപ്പറ്റി കുറച്ചൊന്ന് പഠിച്ചാൽ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി തീരാന്നുള്ള പ്രശ്നമേ നമ്മളെല്ലാ മലയാളികൾക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ലിറ്ററസി ഉള്ളതുകൊണ്ട് നമുക്ക് വായിക്കാനും എഴുതാനും അറിയാമല്ലോ. അപ്പോൾ ഗൂഗിൾ ചെയ്താൽ പോലും എന്താണ് ട്രാൻസ്ഫോമർ, എന്താണ് LGBTQ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ കിട്ടും. ഇനി LGBTക്കകത്ത് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടില്ലെന്നല്ല പറയുന്നത്. അവർക്ക് തന്നെ പല സംഘടനകളും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മനുഷ്യർക്കിടയിൽ ഉണ്ടല്ലോ. മനുഷ്യരല്ലെങ്കിൽ എല്ലാം സംഘടനകളും മുന്നണികളും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു ജീവിയാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇവർക്കും ഉണ്ട്. പിന്നെ നമുക്ക് ഇവരുടെ അടുത്ത് വിയോജിപ്പുള്ള പല കാര്യങ്ങളും കാണും. പക്ഷേ എന്നിരുന്ന് ഇതൊക്കെ അവർ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. അവർക്ക് ബുദ്ധി കൂറുമ്പോഴേ ബുദ്ധി കുറവൊന്നുമില്ല. നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് നമ്മളെപ്പോലെ തന്നെ എല്ലാ രീതിയിലുള്ള കഴിവുകളും ഉണ്ട്. പിന്നെ ചില എന്താണ് നമ്മളവരെ മാറ്റി കാണുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പഴയ പണ്ട് മുതലേ നമ്മൾ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെയാണ്. നമ്മളെ കഥകളിലും നമ്മളെ എല്ലാത്തിലും നമ്മൾ ഇത് മോശമായിട്ടാണ് കാണുന്നത്. സോ അപ്പോൾ അതങ്ങനെയല്ല നമ്മൾ ഈ മോഡേൺ സൊസൈറ്റിക്കകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളത് വെച്ച് അവരെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ചു എൻ്റെ എന്നൊരു കാര്യം. അവർ ഇരുന്ന് ചെയ്യുന്ന കാര്യം എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ക്യാമറയുടെ മുന്നേ പോയിരുന്നിട്ട് ഇതുപോലെ വാർത്ത വായിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടെ ചെറുതായിട്ട് റെക്കോർഡ് ചെയ്യാൻ എനിക്കറിയാം. എല്ലാവരും ഒന്ന് ഇരുത്തി മനസ്സറിഞ്ഞൊന്നും ചിന്തിച്ചാ തീരാനുള്ള പ്രോബ്ലമേ ഉള്ളൂ. ഇനി എത്ര തീർന്നാലും കുറച്ച് പേർക്കൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും. അവരിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും പറ്റുന്നവരൊക്കെ ചിന്തിക്കും. അത് അപ്പം ശരി.